മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്നവരുടെ മുന്നിൽ കുമാരനല്ലൂർ മസ്ജിദ് ഒരു പ്രതീക്ഷയാണ്. കഴിഞ്ഞ ദിവസം അന്തരിച്ച ഹൈന്ദവ വിശ്വാസിയായ പെരുമ്പാവൽ ഓമന രാജേന്ദ്രന്റെ ഭൗതികദേഹമാണ് പള്ളി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചത്. മക്ക മസ്ജിദിന്റെ എതിർവശത്തെ ഇടവഴിയിലാണ് ഓമനയും ഭർത്താവ് രാജേന്ദ്രനും മകൾ ജ്യോതികയും താമസിച്ചിരുന്നത്. 2 ആഴ്ചയായി അസുഖബാധിതയായിരുന്ന ഓമന കഴിഞ്ഞ ദിവസം ചികിത്സയിലിരിക്കെ മരിച്ചു. വീട്ടിലേക്കുള്ള വഴിക്ക് സ്ട്രക്ചർ കയറ്റാനോ മൊബൈൽ മോർച്ചറി കൊണ്ടുപോകാനോ ഉള്ള വീതി ഉണ്ടായിരുന്നില്ല. ഇതേ തുടർന്നായിരുന്നു പള്ളി കമ്മിറ്റിയുടെ ഇടപെടൽ. മദ്രസയും തുറന്നു കൊടുത്തു, പിന്നെ നമ്മുടെ ഹാളും കൊടുത്തു. അന്നേരം മദ്രസ 2 ആയിട്ടാണ്, 2 സ്ഥലത്തെ ക്ലാസ് റൂം ഇറങ്ങുന്നത്. 2 ക്ലാസ് റൂം അവരെ കാണിച്ചു കൊടുത്തു. അന്നേരം അവർ വന്ന് തൂത്ത് വൃത്തിയാക്കാൻ തുടങ്ങി. ഞങ്ങൾ തന്നെ തൂത്ത് വൃത്തിയാക്കി തന്നോളാം. ഞങ്ങൾ ബെഞ്ചും ഡെസ്കും എല്ലാം മാറ്റി കൊടുത്തു. ഫ്രീസറിന് അന്നേരം നമ്മുടെ ഇവിടുന്ന് കറണ്ട് എടുത്ത് അതിനകത്ത് എർത്തു വന്നാൽ അയലൊക്കത്തെ വീട്ടിൽ നിന്നാണ് പിന്നെ ഫ്രീസറിനുള്ള കറണ്ട് എടുത്ത് അങ്ങനെ നമ്മളെല്ലാ സൗകര്യങ്ങളും അവർക്ക് വേണ്ടെല്ലാം ചെയ്തു കൊടുത്തു. അവർക്ക് വൈകിട്ട് കാപ്പിയുള്ളെല്ലാം ചെയ്ത് ഒരു 10 ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. പിന്നെ പിറ്റേന്ന് രാവിലെ അന്നേരം അവർക്ക് മുസ്ലിം പള്ളിയുടെ ആയതുകൊണ്ട് അവർക്ക് ഇവിടെ പ്രാർത്ഥന നടത്തുന്നതിന് ബുദ്ധിമുട്ടല്ലോടോ എന്ന് ചോദിച്ചു. ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നത് നിങ്ങളുടെ സൗകര്യം നിങ്ങൾക്ക് എന്തും ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ അവരുടെ പ്രാർത്ഥനയും കർമ്മങ്ങളും അന്ത്യകർമ്മം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്ത് ഇവിടുന്ന് 3 മണിയോടുകൂടിയാണ് ഇവിടുന്ന് ഡെഡ് ബോഡി കൊണ്ടുവന്ന്. മുസ്ലിം പള്ളിയുടെ ഖുർആൻ പഠിപ്പിക്കുന്ന ഹാളിൽ രാമനാമം ചൊല്ലി ഓമനയുടെ ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ചു. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ വാടകയ്ക്ക് തന്നെയായിട്ട് താമസിക്കുന്നത്. അപ്പം ഇവിടെ റഫീഖങ്ങളിലോട്ടൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ അന്നേരം തന്നെ ഇവരെല്ലാവരും സമ്മതിച്ചു. അവിടെ നടത്താൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്നൊക്കെ ചെയ്തു. ഞങ്ങളങ്ങനെ അവരുടെയും ഹെൽപ്പോടെ തന്നെ ഞങ്ങൾ എല്ലാ രീതിയിലും നല്ല രീതിക്ക് തന്നെ കാര്യങ്ങളൊക്കെ നടത്തി. മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്നവരുടെ മുന്നിൽ കുമാരനല്ലൂർ മസ്ജിദ് ഒരു പ്രതീക്ഷയാണ്. മതസൗഹാർദ്ദത്തിന്റെ പ്രതീക്ഷ.